ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ 28ാമത്തെ വെയിറ്റ് ലോസ് ജേർണി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയത്? ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിലാണ്. എത്ര വെയിറ്റ് ഞാൻ കുറച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം 4 ആഴ്ച ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കണ്ടു നോക്കുക. അതുപോലെ ഇതുവരേക്കും ജോയിൻ ചെയ്യാത്തവരെല്ലാവരും ഒന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഞാൻ പ്ലേലിസ്റ്റിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തൊട്ട് 28ാമത്തെ ദിവസം വരെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ വെയിറ്റ് കാര്യങ്ങളിലുള്ള അപ്ഡേഷൻസ് എല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത്, ഇത്രയും നാളെ നമ്മൾ വെയിറ്റ് ലോസ് പറഞ്ഞു, ഞാൻ ഇന്ന് വെയിറ്റ് ലോസ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കണ്ടാത്ത ഒരു കാര്യമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ വെയിറ്റ് ലോസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വിഭാഗം കുറേ ആൾക്കാർക്കുണ്ട് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യം വെയിറ്റ് വയ്ക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഒരുപാട് ബോഡി ഷേമിങ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ചെയ്യണം എന്ന് ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസിലായത് കൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ഇങ്ങനെ സ്ലോ ആക്കിയത്. പക്ഷേ വെയിറ്റ് ലോസിന്റെ കാര്യങ്ങൾ തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എങ്കിലും ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെയിറ്റ് ഗെയിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയായിട്ട് മീൻസ് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വെയിറ്റ് ഗെയിൻ ആണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വെയിറ്റ് ഗെയിനിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇതിനകത്ത് ഡയറ്റ് പ്ലാൻ ഞാൻ പറയുന്നില്ല, ഡയറ്റ് പ്ലാൻ ഞാൻ ഇനി പറഞ്ഞു തരാം. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിലും ചില കാര്യങ്ങൾ എല്ലാം ഒരുപോലെയാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്താണ് പർപ്പസ് എന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടാനാണോ മസിൽ ബിൽഡ് ചെയ്യാനാണോ നിങ്ങളുടെ ആഗ്രഹം എന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എൻ്റെ മീൻസ് ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഫാറ്റ് ആവശ്യമില്ലാതെ കൊഴുപ്പ് കയറ്റിയിട്ടല്ലാതെ സ്ട്രെങ്തനിങ് പ്ലസ് മസിൽ ബിൽഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബോഡി ഒരു സ്ട്രക്ചേർഡ് ടോൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒരുപാട് വാരി വലിച്ച് കഴിച്ച് വെയിറ്റ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ലോസിലേക്ക് പോവേണ്ടി വരും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. നമുക്ക് മസിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ബോഡി ഞാൻ വെയിറ്റ് ലോസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യും, അതിലൂടെ നമ്മളെ കാണാനൊരു ടോൺഡ് ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവരും സ്ട്രെങ്തനിങ് പ്ലസ് മസിൽ ബിൽഡ് ചെയ്യാനും കൂടിയുള്ള എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പിന്നെ നിങ്ങളത്തെ കറണ്ട് ബോഡി സ്റ്റാറ്റസ് അറിയണം. എന്ന് വെച്ചാൽ BMI കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാം, നിങ്ങൾ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണെന്ന് അറിയാം, അണ്ടർ വെയിറ്റ് ആണോ, പിന്നെ നിങ്ങൾക്ക് തൈറോയിഡ് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടോ, നിങ്ങളുടെ ശരീരത്തിനെ മൊത്തം ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞ് പോകുന്നത് എന്നുള്ള റീസൺസ് എല്ലാം കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ബോഡി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെയിറ്റ് ഗെയിനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, ഫുഡ് പ്ലാൻ മുന്നേ തയ്യാറാക്കി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിക്കുന്നതിൽ കൂടുതലായിരിക്കണം നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. കഴിക്കുന്നത് കൂട്ടുക, ബേൺ ചെയ്യുന്നത് കുറയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നു പിന്നെ ഓടുന്നു ചാടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്നതെല്ലാം ബേൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ കഴിക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. സർപ്ലസ് എടുക്കുക എന്നുള്ളത്, അത് ഹെൽത്തി ഈറ്റ് ആയിരിക്കണം എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് മുന്നേ തന്നെ നമ്മൾ ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ മീൽസ് സ്കിപ്പ് ചെയ്യരുത്. ഈ മെലിഞ്ഞിരിക്കുന്നവരുടെ കുറേ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ലൈറ്റായിട്ട് കഴിച്ചു. അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മെയിനായിട്ട് ഭക്ഷണം കഴിക്കലാണ് നിങ്ങളുടെ വെയിറ്റ് ഗെയിനിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും മീൽസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ,
പിന്നെ നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് എന്തും കഴിക്കാം. ഓക്കെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തും കഴിക്കാമെന്നില്ല. നിങ്ങൾക്കും ഷുഗർ കട്ട് വേണം, നിങ്ങൾക്കും ജങ്ക് ഫുഡ് കട്ട് വേണം. നമുക്ക് കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടുക എന്നുള്ളൊരു കാര്യം. ചിപ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് സ്റ്റോറേജ് ആവും, നമുക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ എടുത്തിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ എക്സസൈസ് സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, വീട്ടിലാണെങ്കിൽ ബോഡി വെയിറ്റ് എക്സസൈസ് ചെയ്യുക, കാർഡിയോ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ, കാർഡിയോ എക്സസൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക, ഓടുക, പിന്നെ എന്താ സ്കിപ്പ് ചെയ്യുക ഡെയിലി. കാർഡിയോ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാർഡിയോ എക്സസൈസ് അത് സ്കിപ്പ് ചെയ്യുക, മീൻസ് അത് അവോയ്ഡ് ചെയ്യുക. കുറേ അവോയ്ഡ് ചെയ്ത് ഇടയ്ക്കെങ്ങാനും ചെയ്യുന്നത് ഓക്കെ, അല്ലാതെ നിങ്ങൾ കാർഡിയോ ചെയ്യരുത്. കാര്യം ഫാറ്റ് ബേൺ ചെയ്യാനാണ് കാർഡിയോസ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണേലും കാർഡിയോ ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. സ്ലീപ്പും വേണം, റെസ്റ്റും വേണം. അത് വെയിറ്റ് ഗെയിൻ ആയാലും വെയിറ്റ് ലോസ് ആയാലും ശരി തന്നെയാണ്. എല്ലാ കാര്യത്തിനും സ്ലീപ്പ് 7 to 8 മണിക്കൂർ നല്ല രീതിയിൽ സ്ലീപ്പ് വേണം. നമ്മൾ എപ്പോഴും റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് എല്ലാം സ്ലോ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്ലീപ്പ് നന്നായിട്ട് എടുക്കുക. ഓക്കെ, ഇനി സപ്ലിമെന്റ്സ് മുന്നേ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സ്വയമേ നമ്മൾ ഓരോ സപ്ലിമെന്റ്സ് നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് അവരോടൊക്കെ ഒന്ന് ചോദിച്ച് ഒരു അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ എല്ലാം ഒരു സ്ലോ പ്രോസസ്സാണ്. നന്നായിട്ട് ക്ഷമ വേണം. വെയിറ്റ് ലോസ് പോലെയുള്ള വെയിറ്റ് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ചില ആൾക്കാരുണ്ടല്ലോ ഒട്ടുമേ എനിക്ക് വെയിറ്റ് വയ്ക്കാൻ എന്ത് കഴിച്ചാലും വെയിറ്റ് വയ്ക്കില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇത് സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് പേഷ്യൻസ് വേണം. അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ടേ വരുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ, നമ്മുടെ ബോഡി ചേഞ്ച് അനുസരിച്ച് നമ്മൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ മെഷർ ചെയ്യുക, നമ്മുടെ വെയിറ്റ്, നമ്മുടെ കൈ, ഇങ്ങനെയെല്ലാം നമ്മൾ മെഷർ ചെയ്ത് വെക്കുക കേട്ടോ. കൈ, ചെസ്റ്റ് എല്ലാം മെഷർ ചെയ്ത് വെക്കുക. പിന്നെ മിററിൽ നോക്കിയിട്ട് നമുക്ക് വ്യത്യാസം എന്തോന്ന് നോക്കാം. ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ടൈറ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രോഗ്രസ് നോക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു സമയത്ത് സ്മോക്കിംഗ്, ആൽക്കഹോള്, പിന്നെ ഓവർ ഈറ്റിംഗ്, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിരിക്കണം. വെയിറ്റ് ലോസിലുള്ള ആൾക്കാരെ പോലെ തന്നെ നിങ്ങൾക്ക് പ്രോട്ടീനും കാർബ്സും ഹെൽത്തി ഫാറ്റും എല്ലാം എടുത്തിരിക്കണം. വെയിറ്റ് ലോസിൽ നമ്മൾ എന്തൊക്കെ എടുക്കോ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ അളവ് എന്തെങ്കിലും കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ഹെവി മീൽസ് എടുക്കുക, പിന്നെ 2 or 3 ഇടയ്ക്കിടയ്ക്ക് സ്നാക്ക് എടുക്കുക. എംപ്റ്റി സ്റ്റൊമക്ക്, വയറൊരിക്കലും ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ ഒരു രീതിയിൽ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെള്ളം കുടിക്കുന്നത് പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അത് ഒരിക്കലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വെള്ളം കൂടി കുടിക്കുക. നിങ്ങൾക്ക് ചീറ്റ് ഫുഡ് എടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചീറ്റ് ഫുഡ് എപ്പോഴെങ്കിലും എടുക്കുക. ഒരു പ്രാവശ്യം കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരുപാട് ചീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് ഇഷ്യൂ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബോഡി വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം നമുക്ക് തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും. അതുകൊണ്ട് വേറൊരാളെ ബോഡി വെച്ച് കമ്പയർ ചെയ്യാതിരിക്കാം. അപ്പോൾ വെയിറ്റ് ഗെയിൻ താല്പര്യമുള്ളവർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്നും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചു, വെയിറ്റ് ലോസിലും വെയിറ്റ് ഗെയിനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ജങ്കും ഷുഗറും കട്ട് ചെയ്യുക എന്നുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യത്തിന് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് നമുക്ക് എടുത്തുക എന്നുള്ള രീതിയാണ് ഈ ജങ്ക് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അത് വല്ലപ്പോഴും മാത്രം കഴിക്കാം. വെയിറ്റ് ലോസിനുള്ള ആൾക്കാർക്കാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജങ്ക് എടുക്കുന്നെങ്കിൽ വളരെ കുറച്ച് എപ്പോഴെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് ഏറ്റവും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും അറിയാതെ കേൾക്കാതെ പെട്ടെന്ന് തന്നെ ഒരുപാട് ജങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ജങ്ക് കഴിച്ച് വണ്ണം വെയിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ണം വയ്ക്കുമായിരിക്കും. ആ വണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വണ്ണം വെക്കില്ലായിരിക്കും. അത് ഡെപ്പോസിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. എന്നിട്ട് ഞാൻ ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാം. ഓരോ ദിവസവും ഓരോ രീതിയിൽ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ രാവിലെ
എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. രാവിലെ നിങ്ങൾ ഒരു ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1.5 or 2 എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. കൂടെ എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എഗ്ഗ് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുക. പിന്നെ ചിക്കൻ എടുക്കാൻ പറ്റുന്നവർക്ക് ചിക്കൻ എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓഫീസിലാണെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും സ്നാക്കായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോവുക. ഒരു 11 മണിയാകുമ്പോൾ കഴിക്കുക. 1 മണിയാകുമ്പോൾ ചോറ് എടുക്കുക. ചോറ് തന്നെ കഴിക്കണം. ചോറ് അതിൻ്റെ കൂടെ ചിക്കനോ എഗ്ഗോ എന്താണെങ്കിലും അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കാർബ്സ് ഫൈബർ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക. ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 4 മണി ടൈം ആകുമ്പോൾ പിന്നെ നമ്മൾ സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നൈറ്റ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. 7 to 8 മണിക്കൂർ സ്ലീപ്പ് എടുക്കുക. നിങ്ങൾക്ക് തന്നെ ഇത്രയും സംഭവങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് തന്നെയാണ് വെയിറ്റ് ലോസിന് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അളവ് കുറയ്ക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അളവ് കൂട്ടുക. 1 തവി ചോറ് കഴിക്കുന്നവർ 2 തവി ചോറ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഒരാഴ്ച, 1.5 ആഴ്ച, 2 ആഴ്ച ഇങ്ങനെ കൂട്ടി നിങ്ങൾക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക. വെയിറ്റും കൂടി മെഷർ ചെയ്ത് നമ്മൾ ആ ഒരു പ്രോഗ്രസ്സും കൂടി നമ്മൾ അറിഞ്ഞ് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമ്മൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർ ഈ ഒരു വീഡിയോ കണ്ടുവെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ വെയിറ്റ് ഗെയിൻ നമ്മൾ ചില മിത്സ് ആൻഡ് ഫാക്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. ഇത്രയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർ ആദ്യം മനസ്സിൽ വെക്കേണ്ടത്. വെയിറ്റ് സ്ട്രെങ്തനിങ് ആണ് നിങ്ങൾ, മീൻസ് സ്ട്രെങ്തനിങ് പ്ലസ് മസിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. കാർഡിയോ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു നമ്മൾ ട്രെയിനറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും നമുക്കൊരു നോർമൽ സ്റ്റേജിലെങ്കിലും വെയിറ്റ് കൊണ്ടെത്തിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ.